ഷോപ്പിംഗ് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വാം ലൈറ്റ്. അപ്പം ഞങ്ങളിപ്പം ട്രിവാൻഡ്രത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ക്രിസ്മസ് ഒക്കെ വരയില്ലേ, അപ്പം കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ മേടിക്കാനും പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങും അങ്ങനെ ഞങ്ങളിപ്പം ട്രിവാൻഡ്രത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു സ്റ്റേഡിയമാണ് നമ്മുടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം അല്ലേ ജയ. പിന്നെ നേരെ കാണുന്നത് പാളയം പള്ളിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് വന്നു. അപ്പം വിശന്നുകൊണ്ട് ഞങ്ങൾ 2 കട്ട്ലറ്റും ഫ്രൂട്ടിയൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാൻ പോവാണ്. കഴിക്കാൻ പോവാണ്. ഷോപ്പിങ്ങിന് പോവല്ലേ, അപ്പം പിന്നെ കഴിച്ചാലേ നമുക്ക് ഷോപ്പിംഗ് നടത്താൻ പറ്റത്തുള്ളൂ. അപ്പം കഴിച്ചിട്ട് അപ്പം ഞങ്ങൾ പാളയം മാർക്കറ്റിനകത്ത് വന്നു. ക്രിസ്മസിന് ആവശ്യമുള്ള കുറേ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നായിട്ട് എടുക്കാൻ വേണ്ടി പോവാം. ഞാൻ 2 കമ്മൽ മേടിച്ചു. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറില്ല, ഞാൻ പാളയം മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ഞാൻ ഇയറിങ്സ് വാങ്ങാറുണ്ട്. ഇവിടെ 1-2 ഷോപ്പ്, കൊച്ചു ഷോപ്പാണെങ്കിൽ നല്ല ഇതുപോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള. അപ്പം ഞാൻ 2 ഹൂക്സാണ് ഇത്തവണ മേടിച്ചത്. ഒന്ന് വന്നിട്ട് സിൽവർ, ഒന്ന് ബ്ലാക്ക്. അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നല്ല ലേറ്റായി, തളർന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പാളയം മാർക്കറ്റ്. മാർക്കറ്റ് ചെറുതാണെങ്കിലും എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. കാരണം പച്ചക്കറി ആണെങ്കിലും ഫിഷ് ആണെങ്കിലും എല്ലാം കിട്ടും. അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും. അതും ട്രിവാൻഡ്രത്ത് വേറെ എവിടെ കിട്ടുന്നതിനേക്കാൾ ലാഭത്തിലാണ് പാളയത്തിൽ ചാല മാർക്കറ്റിന് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടെത്തി. ഒരുപാടൊന്നും വാങ്ങിച്ചില്ല, കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അങ്ങനെ അൺബോക്സിങ് എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ഈ രൂപങ്ങളാണ്, നമ്മൾ ക്രിബിൽ വയ്ക്കുന്ന രൂപങ്ങളാണ് മേടിച്ചത്. അപ്പോൾ ക്രിബും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നാളെ കാണിച്ചത് എങ്ങനെ ഉണ്ടാക്കണം. ഞങ്ങൾ ഇത്തവണ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സുഖം അത് വേറെയല്ല. നമ്മളിപ്പം പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരുപാട് കണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല, അത്രയും ഇഷ്ടമായില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച എന്തായാലും അത് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം ഞങ്ങൾ ഇതിനകത്ത് വയ്ക്കുന്ന രൂപങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഒരു ഏകദേശം ഈ ഒരു സൈസിലുള്ളതാണ് നമ്മൾ മേടിച്ചത്. കാരണം നമ്മൾ ഒരുപാട് വലുത് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഏകദേശം ഈ ഒരു സൈസിലുള്ള നമ്മൾ രൂപങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ വെച്ച് ചെക്ക് ചെയ്തില്ല കേട്ടോ ആക്ച്വലി. എൻ്റെ കുട്ടി ആട് കണ്ടോ, അത് ക്യൂട്ടായിട്ടുണ്ടല്ലേ. അപ്പം അങ്ങനെ മേടിച്ചു. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് എന്താ പറയുക, പാളയം മാർക്കറ്റിലാണെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് എനിക്കൊന്ന് ഷോപ്പുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ചാല മാർക്കറ്റും പാളയം മാർക്കറ്റുമാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നത്. പിന്നെ അതുപോലെ നല്ലൊരു ഹ്യൂജ് വെറൈറ്റി ഉണ്ടാവും. നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കിയൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. ഇതൊക്കെ നാളെ നമ്മൾ എന്താ പറയുക ക്രിബൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനിതൊക്കെ വച്ച് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം കേട്ടോ. ഈ നോക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ അവിടെ വെച്ച് ചെക്ക് ചെയ്തില്ല കേട്ടോ, എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. കിട്ടി വേണ്ട. മെയിൻ നമ്മുടെ ഉണ്ണീഷയും എന്താ പറയുക മറിയവും ഔസേപ്പ് ഇതൊക്കെയാണ് മെയിൻ. പിന്നെ 3 രാജാക്കന്മാർ,
പിന്നെ മാലാഖ, ആട്ടിടയന്മാർ, ആട്ടിൻകുട്ടികൾ, പിന്നെ പശു. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ സാധനങ്ങൾ. എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ക്രിബ് വച്ചില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ ക്രിബ് വച്ചിട്ട് ഈ ഒരു രൂപങ്ങളൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചത്. കഴിഞ്ഞ തവണ നമ്മൾ സിമ്പിളായിട്ട് ട്രീ മാത്രമേ വെച്ചുള്ളൂ. ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാൾ ട്രീ ആണ് വെച്ചത്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയാണ് വെച്ചതെന്നുള്ളതും അതെങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തെന്നുള്ളത്. അപ്പോൾ അത് ഞാനിന്ന് കാണിച്ചു തരാം. ക്രിബും കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ, ഇപ്പോൾ നമ്മൾ യാത്ര കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളെ ഫ്രഷ് ആയിട്ട് നമുക്ക് ക്രിബൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ രൂപങ്ങളൊക്കെ അതിനകത്ത് വെക്കാം. നെക്സ്റ്റ് ഇത് വേറൊരു കടയിൽ നിന്ന് നമ്മളിതൊക്കെ മേടിച്ചത്. അത് തൊട്ടടുത്തടുത്ത് തന്നെ, നമ്മൾ പറഞ്ഞില്ല, പാളയം മാർക്കറ്റിനകത്ത് തന്നെ എല്ലാ സാധനങ്ങളും കിട്ടും. നമ്മൾ അപ്പുറത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയാൽ മതി. അപ്പം ഇത് നോക്കാം അല്ലേ. അപ്പം ഇതൊരു സീരിയൽ സെറ്റാണ്. നമ്മൾ പുറത്ത് ഒരു ഒറിജിനൽ ക്രിസ്മസ് ട്രീ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇത്തവണ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പം അതിന് മേടിച്ചാണ്. ഇതെനിക്കൊന്ന് ഒരു 10 മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. വാം ലൈറ്റ് തന്നെയാണ്. പിന്നെ ഇതുപോലത്തുള്ള ലീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ക്രാഫ്റ്റ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇത് നമ്മൾ നാളെയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഇതെല്ലാം കൂടെ നടക്കത്തില്ല. അപ്പോൾ ഇതൊരു 3 പീസോളം നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇത് വൈറ്റാണ് മേടിച്ചത്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതുപോലത്തെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ചീത്തയായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ ഫ്രഷ് ആയിട്ടൊന്നും ഉണ്ടാക്കാമെന്ന്. അപ്പം ഇത് ആക്ച്വലി മേടിച്ചതെന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റ് നമുക്കൊരു വേർത്ത് ഉണ്ടാക്കാനായിട്ട്, ക്രിസ്മസ് വേർത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത്. അപ്പോൾ അതൊക്കെ നമുക്ക് നാളെ ഉണ്ടാക്കാം. നെക്സ്റ്റ് വന്നിട്ട് പിന്നെ ഇത് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഏഞ്ചൽ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നല്ലൊരു ഭംഗിയുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഏഞ്ചലാണ്. അപ്പോൾ മിക്കവാറും ഞങ്ങൾ ക്രിബിൽ തൂക്കുന്നത് ഈ ഒരു ഏഞ്ചലായിരിക്കും. കാരണം നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡൽ ക്രിബിലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് വെയിറ്റുള്ള ഏഞ്ചൽ തൂക്കാൻ പറ്റില്ല. അപ്പം ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു അടിപൊളി, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല സൂപ്പർ ഒരു അടിപൊളി ഏഞ്ചൽ. ഓക്കെ, പിന്നെ ഇതുപോലത്തെ കുറേ നമ്മൾ ഗോൾഡൻ, റെഡ് അങ്ങനെയൊക്കെയുള്ള സ്റ്റാർസൊക്കെ മേടിച്ചായിരുന്നു. നമ്മൾ ട്രീയിൽ എന്തെങ്കിലുമൊക്കെ തൂക്കാൻ, അങ്ങനെ നമ്മൾ പുറത്തൊരു ട്രീ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഇങ്ങനെ തൂക്കാനൊക്കെ കണക്കാക്കിയിട്ട് ഇങ്ങനെ മേടിച്ചായിരുന്നു. ഇതുപോലത്തെ കുറച്ചുണ്ട്, ഒരു 5-6 ഉണ്ട്. പിന്നെ ഒരു പർപ്പിൾ, പിന്നെ ഒരു സിൽവർ, പിന്നെ ഒരു ബ്ലൂ കളർ അങ്ങനത്തെ സ്റ്റാർ മേടിച്ചായിരുന്നു. ഇതൊക്കെ നമ്മൾ പുറത്തുള്ള ക്രിസ്മസ് ട്രീയിൽ തൂക്കാമെന്ന് വിചാരിക്കാം. ഇതൊരു എന്താ പറയുക, ബാറ്ററി LED ഒരു സീരിയൽ സെറ്റാണ്. നമുക്കിത് ക്രിബിൽ വയ്ക്കാനായിട്ടാണ്. അപ്പം അത് ബാറ്ററിയും കൂടെ ചേർത്ത് നമ്മൾ വാങ്ങിച്ചതാണ്. കണ്ടോ? അപ്പം നമുക്ക് ഇത് ബാറ്ററി തീരുന്ന അനുസരിച്ചിട്ട് നമുക്കിത് ബാറ്ററി മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പം ഞങ്ങളിത് ക്രിബിലത്തേക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ ഒരു സ്റ്റാർ മേടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നമുക്ക് തൂക്കാം അങ്ങനെ കണക്കാക്കിയിട്ട്. പിന്നെ റെഡ് കുറേ ബോൾസ് മേടിച്ചായിരുന്നു. ഇത് ഞാൻ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഒരേ സൈസിലുള്ള കുറേ ബോൾസാണ് മേടിച്ചത്. അങ്ങനെ പ്രത്യേകിച്ച് ഐഡിയ ഒന്നും തോന്നിയില്ല. ഞാൻ വിചാരിച്ചു വേർത്ത് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിലെന്തെങ്കിലും ഒരു ഐഡിയ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു 9-10 ബോൾസ് ഞാൻ ഇതുപോലെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾക്കും നമ്മൾ ഒരു ഡെക്കോർ സാധനങ്ങളായിട്ട് മേടിച്ചത്. പിന്നെ അല്ലാതെ കുറച്ച് ഡ്രസ് മെറ്റീരിയൽസൊക്കെ എടുക്കണമായിരുന്നു, അത് അല്ലാണ്ട് എടുത്തു. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിയും. നെക്സ്റ്റ് ഞങ്ങൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു സാധനമാണ്. ഒരു LED സ്റ്റാർസ് വരുന്നതാണ്. ഇതിൽ വലിയൊരു 3 സ്റ്റാറുണ്ട്. ഇത്രയും വലിയൊരു 3 സ്റ്റാറും 6 സ്റ്റാറും അതുപോലെ തന്നെ കുട്ടി കുട്ടി സ്റ്റാർസും, എനിക്കൊന്നൊരു 6 സ്റ്റാർസ്, അങ്ങനെ 12 എണ്ണം ഉണ്ട്. വലിയ 6 സ്റ്റാർസും അതുപോലെ കുട്ടി ഒരു 6 സ്റ്റാർസൊക്കെ കൂടി ഒരു LED സംഭവമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിവ്യൂ ഉള്ള ഒരു സ്റ്റാറാണ്. പിന്നെ എനിക്കൊന്നൊരു 600 ആ ഒരു റേഞ്ചിലാണ് ഇത് വരുന്നതെന്ന് തോന്നുന്നത്. അപ്പം ഞങ്ങൾ ഇത്തവണ സ്റ്റാർസിന് പകരം ഞങ്ങൾ തൂക്കുന്നത് ഇതാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ഇതൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. സ്റ്റാർസ് തൂക്കണം, ഈ ഒരു സ്റ്റാറെല്ലാം തൂക്കണം, പിന്നെ നമ്മൾ പുറത്തുള്ള ട്രീ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ക്രിബ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ വെർത്ത് ഉണ്ടാക്കുന്നതൊക്കെ നാളെയാണ്. പിന്നെ മൊത്തത്തിലുള്ള ഫിനിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നാളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് എന്താ പറയുക, എങ്ങനെയാണ് ഒന്ന് ഇട്ടൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. കാരണം നമ്മൾ സ്റ്റാർസൊക്കെ ഇടുന്നതെന്ന് പറയുന്നത് December 1st, 2nd, 3rd ആ ഒരു ഡേറ്റിലൊക്കെയാണ് നമ്മൾ സാധാരണ സ്റ്റാർ എപ്പോഴും തൂക്കാറുള്ളത്. പക്ഷേ ഇത്തവണ നമുക്കത് പറ്റിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബുറേവിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഷോപ്പിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ലായിരുന്നു.
അപ്പം എന്തായാലും നമുക്കിതൊക്കെ സ്റ്റാർസൊക്കെ എന്താ പറയുക തൂക്കാം. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 600 ആ ഒരു റേഞ്ചിലാണ് ഇത് വരുന്നത്. നല്ല റിവ്യൂ ഉള്ള സാധനമാണ്, അതുപോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ഒറ്റ സ്റ്റാർ തൂക്കുന്നതിനേക്കാളും ഇതിങ്ങനെ നന്നായിട്ട് തൂക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പം ഞാനത് ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല എനിക്കറിയില്ല ഈ വീഡിയോയിൽ കൂടെ എത്ര ഭംഗിയായിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയണം, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ. ഇതിൽ കുറേ മോഡ് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള ഒരു മോഡിലോട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയുണ്ട്. ഇത് ദൂരെ നിന്ന് കാണാനും നല്ല ഭംഗിയാണ്, നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ട്രീയുടെ ഇത് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഒറിജിനൽ ട്രീ തന്നെയാണ്, നമ്മുടെ ക്രിസ്മസ് ട്രീ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ വാം ലൈറ്റിന് സീരിയൽ സെറ്റൊക്കെ ഇട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കുറച്ച് ദൂരെ നിന്നുള്ളൊരു വ്യൂ. ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം. എത്രത്തോളം ഇതിൽ ക്യാമറയിൽ വരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ള ഒരു വാൾ ട്രീ ആണിത്. ഇത് ആക്ച്വലി ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഈ കാണുന്ന ഒരു ഭയങ്കര നമ്മൾ സാധാരണ നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര എളുപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലെയിൻ വാൾ എടുത്തിട്ട് നമുക്ക് എത്ര വലിപ്പം, നമ്മുടെ ഒരു ട്രീക്ക് എത്ര വലിപ്പം വേണമെന്നുള്ളത് ആദ്യം ഒരു മെഷർ ചെയ്യുക. പിന്നെ ട്രീയുടെ ഒരു ഷേപ്പിന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. നമുക്ക് ഒരു ട്രീയുടെ ഈ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്യണം. എത്ര നമുക്ക് വലിപ്പം വേണം, ചെറിയൊരു ട്രീ മതിയെങ്കിൽ ചെറുതായിട്ട്, പിന്നെ ഇതിനേക്കാളും വലുത് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് അതനുസരിച്ചിട്ട് ട്രീ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന ഗ്രീൻ ലീഫ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വാങ്ങിച്ചില്ലായിരുന്നോ ഈ വെള്ള ലീഫ്, ആ വെള്ള ലീഫിൻ്റെ ഗ്രീനാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ഇതുപോലത്തെ ലീഫിന് ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം ഇത്രേ വരത്തുള്ളൂ. അപ്പം ഞാനിത് ഏകദേശം എനിക്ക് ഒരു 6 or 7 ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം 7 ഇങ്ങനെ ജോയിൻ ചെയ്തു. അത് നമുക്ക് 2 രീതി ചെയ്യാം. നൂല് വെച്ചിട്ട് കെട്ടുകയും ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അത് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആ ഒരു ഗ്രീൻ നൂലുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് കെട്ടാം, അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ നിന്നും ഗ്ലൂ ഗണ്ണും ഗ്രീൻ നൂലും വെച്ചിട്ട് ഞാൻ രണ്ടും കെട്ടിക്കാണ് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തു. അതിൻ്റെ ആവശ്യമില്ല, നൂല് വെച്ച് മാത്രം കെട്ടിയാലും അത് ഇരുന്നോളും, കുഴപ്പമില്ല. അങ്ങനെ ഏകദേശം 6 or 7 ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ വലിയ, ഇതിപ്പോൾ ഒരൊറ്റ പീസാണ്. ഇതുപോലത്തെ ഒരു 6 പീസ് വെച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ അത് നമുക്കിത് വാളിൽ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സാധനം നമുക്കിങ്ങനെ ചെവലിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു ഡബിൾ സ്റ്റിക്കറിൻ്റെ ഇതുപോലെ ഇത് നമുക്കിത് ഊരിക്കഴിഞ്ഞ് ഡബിൾ സ്റ്റിക്കറിൻ്റെ ഒരു സംഭവം നമുക്ക് കിട്ടും. ഇത് നമ്മളിങ്ങനെ വാളിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നിടത്ത് നമ്മളിതുപോലെ ഫിക്സ് ചെയ്യണം. കണ്ടോ, ഇതുപോലെ നമുക്കിതിപ്പം ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കണം. അതായത് ഇവിടെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ, ഇത് ഞാൻ ഒട്ടിച്ചിരിക്കുകയാണ് ഇതുപോലത്തെ ഈ സാധനം ഒട്ടിച്ചിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് ഈ ട്രീ മാർക്ക് ചെയ്യുന്നത് അവിടെ നമ്മൾ ഇതുപോലെ ഈ സാധനം ഒട്ടിക്കണം. ഒട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ അങ്ങനെ ഇരുന്നോളും, അങ്ങനെ ഇളകി പോരത്തില്ല. കാരണം ഇതിപ്പോൾ ഞങ്ങൾ ഇത് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷം ആവുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത്രയായിട്ട് പോലും അത് ഇളകി പോന്നിട്ട് ഒന്നുമില്ല. 1 വർഷമായിട്ട് ഒരു ഡാമേജും സംഭവിച്ചിട്ട് നമ്മൾ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താണ് കൊണ്ടുപോകണം. കാരണം വീട്ടിൽ വരുന്നവർ ഒരുപാട് പേര് പറയും ഇത് മാറ്റണ്ട, നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളിത് മാറ്റാതെ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇതുപോലെ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് മാർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് സെറ്റ് ചെയ്യും. ഇവിടെ ആദ്യത്തെ ഒരെണ്ണേ വരത്തുള്ളൂ, രണ്ടാമത് 2 വരും, അങ്ങനെ നമ്മുടെ ഈ ഒരു ട്രീയുടെ വലുപ്പം അനുസരിച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഇങ്ങനെ വന്ന് അങ്ങനെ താഴോട്ട് വരും. അപ്പം ഏകദേശം ഈ ഒരു ഞങ്ങളിപ്പോൾ കൊടുത്തിരിക്കുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഒരു സൈഡിൽ നമ്മളിത് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തും അതുപോലെ തന്നെ 11 കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മളിതുപോലെ ഈ ഗ്രീൻ ലീഫ് ഇങ്ങനെ ചുറ്റിച്ച് ഈ കൊളുത്തുണ്ടല്ലോ, ഈ കൊളുത്തിൽ ഇങ്ങനെ ചുറ്റിച്ച് ഇങ്ങനെ നമ്മൾ മൊത്തത്തിലൊരു ഷേപ്പ്, ആ ഒരു ട്രീയുടെ ഷേപ്പിൽ കൊണ്ടുവരുന്നു. അത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു സീരിയൽ സെറ്റ്, അത് വാം ലൈറ്റിൻ്റെ ഒരു സീരിയൽ സെറ്റ് തന്നെ ഞാനത് കൊടുത്തിരിക്കുന്നത്. വാം ഷെയ്ഡാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ വാം ലൈറ്റ് അപ്പം നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ കിട്ടും, പല കളേഴ്സിലൊക്കെ. അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. വൈറ്റിൻ്റെ എന്താ പറയുന്നത് LED ബൾബും കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വാം ലൈറ്റാണ്. ഇത് ഏകദേശം ഒരു 10 മീറ്റർ അടുപ്പിച്ചിട്ട് വരും. ആ മീറ്റർ അതിങ്ങനെ ചെയ്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ ബോൾസ്, നമുക്ക് ഒരുപാട് ഡെക്കറേഷൻ സാധനങ്ങൾ കിട്ടും. പക്ഷേ ഞാനിവിടെ ബോൾസ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഗിഫ്റ്റിൻ്റെ ഷേപ്പിൽ, അതുപോലെ ക്രിസ്മസ് ഫാദറിൻ്റെത്, ഏഞ്ചൽ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടും. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ കൊളുത്തിൽ തന്നെ. അത് വീണ്ടും നമുക്ക് ഇതുപോലെ ഹാങ്ങിങ്സ് ചെയ്യാം. അതുപോലെ തന്നെ ഈ സീരിയൽ സെറ്റിൽ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഇത് മൊത്തം സെറ്റ് ചെയ്തിട്ട് മുകളിൽ ഒരു സ്റ്റാർ, ഇതെല്ലാം നമുക്ക്
എന്താ പറയുക ഡെക്കറേഷൻ സാധനത്ത് കിട്ടും. ഞാനിതൊക്കെ മേടിച്ചിരിക്കുന്നത് പാളയം മാർക്കറ്റിൽ നിന്നും ചാലയം മാർക്കറ്റിൽ നിന്നാണ് കഴിഞ്ഞ വർഷം ഞാൻ മേടിച്ചത്. അപ്പോൾ ഇതുപോലെ എല്ലാ സാധനങ്ങളിലും കിട്ടും. ഈ സാധനമൊക്കെ വാങ്ങിക്കും. പിന്നെ നമുക്കൊരു ഐഡിയ അനുസരിച്ച് നമുക്ക് ഇതേപോലെ ചെയ്യാം. ചെറുതും വലുതുമായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അത് നമ്മൾ ഇങ്ങനെ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ പോലും ഈ വാളിൽ ഇത് ഇരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞു ഇത് സെറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഇങ്ങനത്തെ നമ്മുടെ ക്രിസ്മസിൻ്റെ ഇതിൻ്റെ ഒലിവ് അങ്ങനെ എന്താണെന്ന് പറഞ്ഞു, എനിക്കറിയില്ല ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ഇതുപോലത്തെയൊക്കെ സാധനം വാങ്ങാൻ കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എളുപ്പമാണ്, സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ മാർക്ക് ചെയ്യുന്നിടത്ത് ഇതുപോലെ ഒട്ടിക്കുക. ഒട്ടിച്ചിട്ട് അതിലിങ്ങനെ കൊളുത്തുമ്പോഴത്തേക്ക് അതിലങ്ങനെ തന്നെ ഇരുന്നോളും. കണ്ട ഇതുപോലെ അങ്ങനെ കണ്ട ഇതുപോലെ കൊളുത്തി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കും. കണ്ടോ ഇതിവിടെ ബാക്കിൽ ഒട്ടിക്കണം. ഞാനിപ്പോൾ ഒട്ടിച്ചിട്ടില്ല, കാരണം ചെവലിൽ ഒട്ടിക്കാതെ തന്നെ ഒരു സ്റ്റിക്കർ ഇളക്കിയിട്ട് അങ്ങനെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് സീരിയൽ സെറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ കണ്ട ഇതുപോലത്തെ ഹാങ്ങിങ്സ് കണ്ട ഇതുപോലെ കൊടുക്കാം. കണ്ടോ വൈറ്റിൽ ചെയ്താൽ നിങ്ങൾക്കിപ്പം നിങ്ങളുടെ വോള് വൈറ്റ് അല്ല വേറെ കളറാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റിൽ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഒരു സ്നോ ഫീൽ കിട്ടും, നമ്മുടെ ഒരു മഞ്ഞ് ആ ഒരു ഫീൽ കിട്ടും. കണ്ടോ ഇതുപോലെ നല്ല രസമായിട്ട് നമുക്ക് സീരിയൽ സെറ്റും കൊടുക്കാം. ഇവിടെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പം നമ്മൾ സ്റ്റാറൊക്കെ തൂക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ആ സ്റ്റാർ കാണാനായിട്ട്. പിന്നെ അതുപോലെ നമ്മൾ പുറത്തുള്ള നമ്മുടെ ഒറിജിനൽ ക്രിസ്മസ് ട്രീയിൽ നമ്മൾ സീരിയൽ സെറ്റൊക്കെ ഇട്ട് അതും നല്ല പണിയായിരുന്നു. കാരണം പൊക്കത്തിൽ നമുക്ക് ഇടാൻ ഇച്ചിരി പൊക്കം കൂടുതലായിരുന്നല്ലേ. ഏണിയിലൊക്കെ ഇങ്ങനെ വലിഞ്ഞ് കയറി കഷ്ടപ്പെട്ട് അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഒരു ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാൾ ട്രീ അതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. വളരെ എളുപ്പമാണ്, അങ്ങനെ ഒരു പാടും ഇല്ല കേട്ടോ, നല്ല എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് എന്താ പറയുക ക്രിബ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അത് മെയിനായിട്ട് ഇച്ചാനാണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ മാത്രമായിട്ട് നിൽക്കത്തേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇച്ചാനാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാനൊരു വേർത്ത് ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ ഡോറിൽ വെക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു വേർത്ത് ഉണ്ടാക്കാൻ പോകുന്നു. അങ്ങനെ അതാണ് നമ്മുടെ നാളത്തെ മെയിൻ പരിപാടി. നാളെ കുറച്ച് പരിപാടി കൂടുതലാണ്. അപ്പോൾ നമുക്കിവിടെ ഇപ്പം വൈൻഡപ്പ് ചെയ്യാമല്ലേ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വിശേഷങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം. അപ്പം ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ.